ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ +1 റിസൾട്ട് വരുന്നു. എന്താ അവർക്ക് സന്തോഷം? എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല കേട്ടോ. അയ്യോ, ഇവർക്ക് സന്തോഷം അതിനൊക്കെ അയ്യോ എനിക്ക് പേടിയാവുന്നു. ഇന്ന് 3:30 റിസൾട്ട് വരിക. 17-ാം തീയതി 3:30 എന്നാണ് പറഞ്ഞത്. അതിന്റെ സൈറ്റ് ഒന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. എന്താവോ എന്തോന്നൊന്നും എനിക്കറിയില്ല. മാർക്കും എനിക്കറിയില്ല. പാസ്സാവുന്ന ഒരു ഉറപ്പുണ്ട് എനിക്ക് എല്ലാത്തിലും. പക്ഷേ ഡബിൾ പാസ് ഉണ്ടാവോന്ന് എനിക്ക് ഒരു ഉറപ്പില്ലേ. ടെൻഷൻ ആവും. 10ാം ക്ലാസ്സിൽ 90% മാർക്ക് ഉണ്ടായിരുന്നു. എത്ര ശതമാനം ഞങ്ങൾക്കൊന്നും അറിയില്ല, നോക്കിയിട്ടും ഇല്ല. അപ്പൊ നോക്കുമ്പോ എത്ര അറിയാമോ? ഇപ്പൊ സമയം 3:31 ആയിട്ടുണ്ട്. എനിക്ക് ലിങ്ക് കിട്ടിയിട്ടില്ല അതുവരെ. എബിയാൻ്റെ അവിടെ ലിങ്ക് എടുത്ത് വെച്ചോണ്ടിരിക്കുക. പരുപ്പോ എൻ്റെ നമ്പർ ചോദിച്ചോണ്ട് സമയമായിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പോൾ 10 കഴിഞ്ഞ് +1 എടുക്കുമ്പം ഫസ്റ്റ് ഞാൻ വിചാരിച്ചു സൂപ്പറായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഗൈസ്, സംഭവം വേറെ ലെവലാണ്. എടുത്തു പോയില്ലേ, പഠിച്ചല്ലേ പറ്റുമെന്ന് വിചാരിച്ചാൽ അങ്ങ് പഠിക്കുക. സംഭവം അമ്മച്ചി പറഞ്ഞില്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. മാർക്ക് തോക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ മാർക്ക് കുറവാകുമെന്നാണ് എൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് +1 സയൻസ് എടുത്ത കാര്യമാണ്. നന്നായി പഠിക്കണവരൊക്കെ ആണെങ്കിൽ പഠിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു ഒഴുക്കിലങ്ങ് പഠിച്ചു പോകുന്ന ആളാണ്. ഇതിനകത്ത് എനിക്കറിയില്ല. ഞാൻ അതെടുത്തപ്പോ കിട്ടിയതാണ്. കിട്ടിയില്ലോ. പറയാം. ഇംഗ്ലീഷില് 76, വിറക്കിനുടി. മലയാളത്തില് 92, ഫിസിക്സിന് 39. അത് കൂട്ടില്ല പൊട്ടത്തിയ, അത് കൂട്ടില്ല. പിന്നെ ഇതേതാ നോക്കി റിസൾട്ട്. ബയോളജി നോക്ക് പോയി. ഇതെങ്ങനെ ഡൗൺലോഡ് എനിക്കറിയില്ല പോലെ. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അയക്കേ. നീ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൂടുതൽ മാർക്കൊന്നും വാങ്ങണം. ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ അമ്മച്ചേരെ ഫോൺ 100 നോക്കുമ്പോ ഇംഗ്ലീഷിന് 76, 100 ഇംഗ്ലീഷിൽ 76, മലയാളത്തിൽ 92. ബാക്കി വിഷയം ഫിസിക്സിന് 80, 39, 80 കെമിസ്ട്രിക്ക് 55, 80 ബയോളജിക്ക് 51, മാത്സിന് 43. ഇതിലിപ്പോൾ കുറവ് ഫിസിക്സിനാണ് ഗൈസ്, കുറവ് മാർക്ക്. ഫിസിക്സ് മാത്സും അത് എനിക്കറിയായിരുന്നു അത് കുറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറഞ്ഞു. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കാണ്. പിന്നെ ഇവിടെ ചേട്ടന്മാര്
ഞാൻ റിസൾട്ട് എടുത്തപ്പോഴത്തേക്ക് ഞാൻ തോറ്റെന്നങ്ങ് പറഞ്ഞപ്പോ എനിക്ക് വിഷമമായി guys. ഞാൻ കരഞ്ഞു. അപ്പോ എനിക്ക് വിഷമമായി, അതാണ് ഞാൻ കരഞ്ഞത്, പറഞ്ഞല്ല. ഇപ്പൊ ശരിയായിട്ടോ, ഓക്കെയാണ് ഞാൻ. എന്നാലും എനിക്ക് സങ്കടമുണ്ട് ഗൈസ്. ഡബിൾ പാസ് എനിക്ക് കെമിസ്ട്രിയിലൊന്നും ഡബിൾ പാസ്സില്ലാന്നു. കുഴപ്പമില്ല, എന്നാലും മാർക്കുണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുഴപ്പമുണ്ട് കേട്ടോ, പക്ഷേ എനിക്കറിയില്ല ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എഴുതാണെങ്കിൽ തന്നെ ഞാൻ വേറെ വിഷയത്തിനൊന്നും എഴുതില്ല. ഫിസിക്സും മാത്സും ആണെങ്കിൽ ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്താണെങ്കിൽ എഴുതുള്ളൂ. ഫിസിക്സ് ചെയ്താൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ മാത്സ് വേണമെങ്കിൽ ഞാൻ നോക്കാം. ഫിസിക്സ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എഴുതിയില്ല. ബാക്കിയുണ്ട് ബാക്കിയുള്ള വിഷയങ്ങൾ പിന്നെ മാർക്കുള്ളത്. സുവോളജിയിലൊന്നും വലിയ കുഴപ്പമില്ല, ഞാൻ ജയിച്ചിട്ടൊക്കെ ഉണ്ട്, അത്യാവശ്യം മാർക്കുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മൾ +1 ഇവിടെ മറന്നു അറിയില്ല. ടീച്ചർമാരെന്താ പറയാന്ന് അറിയില്ല. എൻ്റെ അടുത്ത് ഇനി ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന പറയാവോ എനിക്കറിയില്ല. അപ്പം ഇനി പഠിക്കുക, ഇനി അങ്ങോട്ട് അടുത്ത് പഠിക്കുക, ഇനി ഇരുന്നു അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പം ഞാൻ പോവുക, മാർക്ക് കമൻറ്റ് ചെയ്യാം, നല്ല നല്ല മാർക്കുകളൊക്കെ. ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്യാവശ്യം അങ്ങനെ വലിയ മാർക്കൊന്നും ഇല്ല ഗൈസ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ മാർക്ക്. ബാഗൊന്ന് +2 കഴിഞ്ഞ് കിട്ടിയാൽ മതി, ജയിച്ചങ്ങ് കിട്ടിയാൽ മതി, എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ എവിടെ കേൾക്കും. അപ്പോൾ ഗൈസ് ഞാൻ പോവാണ്. സങ്കടമൊന്നും ഇല്ല, എന്നാലും ഇവരോരൊന്നും പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. അതോ ഞാൻ കറിയാറെന്ന് എനിക്ക് വിഷമമായി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ബായ്. പഠിപ്പ് നിർത്തി ഗൈസ്, എടുത്തു, ജീവിതം എടുത്തു.